നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ ശബരിമല സന്ദർശന വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് നിർണായകമാകും. ADGP ശബരിമലയിലേക്ക് നിയമവിരുദ്ധമായി ട്രാക്ടറിൽ യാത്ര ചെയ്തെന്നാണ് ആരോപണം. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ആളുകൾ കയറരുതെന്നും കർശന ഹൈക്കോടതി നിർദ്ദേശം നിലവിലുണ്ട്. ഇത് അജിത് കുമാർ ലംഘിച്ചു എന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറിയെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ട്രാക്ടർ യാത്രയെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം വിജിലൻസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്തുവെന്നാണ് സൂചന. ക്യാമറകളില്ലാത്ത ഭാഗത്തു നിന്നാണ് ട്രാക്ടറിൽ കയറിയത്. റിപ്പോർട്ട് കിട്ടിയ ശേഷം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ വിവരം അറിയിക്കും. ഈ റിപ്പോർട്ട് അജിത് കുമാറിന് നിർണായകമാകും. മാളികപ്പുറത്തെ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ ഞായർ വരെയാണ് ശബരിമല നട തുറന്നത്. ഇതിനിടയിലാണ് ദർശനത്തിനായി ADGP ശബരിമലയിലെത്തിയത്. ഈ വാർത്ത മറുനാടനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അജിത് കുമാറിനെ പോലീസിൽ താക്കോൽ സ്ഥാനത്ത് നിയോഗിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. പുതിയ പോലീസ് മേധാവിയായി റവാഡ് ചന്ദ്രശേഖർ എത്തിയ സാഹചര്യത്തിലാണ് ഈ നീക്കം. അതിനിടയിലാണ് അജിത് കുമാറിനെതിരെ പുതിയ വിവാദം എത്തുന്നത്. റവാഡ് ചന്ദ്രശേഖർ കേരളക്കേഡറിലേക്ക് മടങ്ങിയെത്തിയതിനാൽ അജിത് കുമാറിന് DGP പദവിയും കിട്ടുന്നത് വൈകുകയാണ്. പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയോഗിക്കാനും ചില ചർച്ചകളുണ്ടായിരുന്നു. ഇതൊന്നും സാങ്കേതികത്തിൽ തട്ടി നടക്കാതെ പോയി. ഇതിനിടയിലാണ് പുതിയ വിവാദം ഉണ്ടാകുന്നത്. ട്രാക്ടറിൽ കയറുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അജിത് കുമാറിന് അത് തുണയായി മാറും. പൂരം കലക്കൽ വിവാദത്തിൽ മുൻ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കണ്ടെത്തലുകൾ അജിത് കുമാറിന് എതിരായിരുന്നു. അജിത് കുമാറിനെതിരെ ശബരിമലയിലെ പുതിയ വിവാദത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എതിരായാൽ അത് അജിത് കുമാറിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് എത്തിയാൽ അച്ചടക്ക നടപടിക്ക് പോലും സാധ്യതയേറെയാണ്. 12-ന് വൈകിട്ടാണ് ADGP MR അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ കയറിപ്പോയത്. തിരികെ അടുത്ത ദിവസം രാവിലെ ട്രാക്ടറിൽ തന്നെ പമ്പയിലും വന്നിറങ്ങി. ദേവസ്വം ബോർഡിനും ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പരസ്യമായി പ്രതികരിക്കാൻ പ്രസിഡന്റ് അടക്കം മടിക്കുകയാണ്. സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള ട്രാക്ടർ സർവീസിൽ ആളെ കയറ്റരുതെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഇതിന്റെ മേൽനോട്ട ചുമതല നൽകിയിട്ടുള്ളത് പത്തനംതിട്ട SP-ക്കാണ്. ഇക്കാര്യം കർശനമായി നടപ്പാക്കേണ്ടത് SP ആണ്. എന്നാൽ ഇതേ SP മുൻപ് പലതവണ ട്രാക്ടറിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയിരുന്നു. പമ്പയിലെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥൻ ഈ വിവരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടെ SP കുപിതനായി. തനിക്കെതിരെ SP-യുടെ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റിന് മുൻപായിട്ടുള്ള അവധിയിൽ പ്രവേശിച്ച് രക്ഷപ്പെടുകയായിരുന്നു. SP-യുടെ ട്രാക്ടർ സഞ്ചാരം വാർത്തയാകാതെ തടഞ്ഞത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ നേതാവായിരുന്നുവെന്നും പറയുന്നു. നിലവിൽ ADGP-യുടെ യാത്ര SP-യുടെ ഒത്താശയോടെയാണെന്നാണ് പറയപ്പെടുന്നത്. ആറന്മുള പോക്സോ അട്ടിമറി, കോയിപ്രം കസ്റ്റഡി പീഡന അട്ടിമറി, ക്രിമിനൽ കേസ് പ്രതിയായ അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കാൻ ശുപാർശ ചെയ്തു തുടങ്ങി നിരവധി വിവാദങ്ങളിൽപ്പെട്ട് ഉഴലുന്ന SP തനിക്കെതിരായ നടപടികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഉന്നത ഉദ്യോഗസ്ഥനെ പ്രീണിപ്പിക്കുന്നതെന്നാണ് പോലീസുകാർക്കിടയിലുള്ള സംസാരം. SP-യുടെ ട്രാക്ടർ യാത്ര CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടെന്നും സൂചനകളുണ്ട്. SP എത്തിയ സമയങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും പോലീസുകാർ പറയുന്നു. പമ്പ സന്നിധാനം ട്രാക്ടർ സർവീസ് സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് അതീവ രഹസ്യമായി ADGP ട്രാക്ടർ യാത്രയ്ക്കായി ഉപയോഗിച്ചത്. പമ്പ സന്നിധാനം റൂട്ടിൽ അല്പം മാറി ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗത്ത് ചെന്നാണ് ADGP ട്രാക്ടറിൽ കയറി സന്നിധാനത്തേക്ക് പോയത്. അവിടെ ചെന്നിറങ്ങിയതും തിരികെ മടങ്ങിയതും ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഭാഗം നോക്കിയാണ്. ഇതാദ്യമായിട്ടല്ല ADGP ട്രാക്ടർ യാത്ര നടത്തുന്നത്. ശബരിമല കോർഡിനേറ്റർ ആയിരിക്കുമ്പോഴും ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം ഇദ്ദേഹം ട്രാക്ടർ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്നു. ക്രമസമാധാന ചുമതലയുമായി വിലസിയിരുന്ന അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകാൻ പോലും ഉദ്യോഗസ്ഥർക്ക് ഭയമായിരുന്നു. ചില ദേവസ്വം ഉദ്യോഗസ്ഥരും ട്രാക്ടർ സഞ്ചാരത്തിന് ഉപയോഗിക്കാറുണ്ട്. ട്രാക്ടറിൽ കയറി ഇരുന്ന ശേഷം ടാർപ്പിട്ട് മൂടിയാണ് ഇവരുടെ സഞ്ചാരം.